ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ട്രിച്ചി ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസമാണ്. ഈ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് നടന്നില്ല. സോ അത് ഞാൻ 2 പാർട്ടായിട്ട് കട്ട് ചെയ്തു. രാവിലെ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്കാണ്. അത് രണ്ടും ടെമ്പിൾസാണ്. ഒന്ന് ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം, പിന്നൊന്ന് മലൈക്കോട്ടൈ ദ റോക്ക് ടെമ്പിൾ. ഇന്ന് രാവിലെ ഡാം കാണാനും പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളിക്കാനും ഒക്കെ ആയിട്ട് റെഡിയായിട്ട് നിന്ന 2 കക്ഷികളാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ വരുന്നു എന്നും പറഞ്ഞ് എണീറ്റ് റെഡിയായി നിൽക്കുന്നത്, ഡാരലും കുക്കു സാറ്. ഡാരൽ ആക്ച്വലി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഞങ്ങളുടെ ഒപ്പം വരണം. അങ്ങനെ അവൻ ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടപ്പോൾ അലൻ തന്നെ പറഞ്ഞു, ഇനി കുക്കു എണീറ്റ് കഴിഞ്ഞാൽ അവനത് സങ്കടമാവും. ഡാരൽ പോയല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ആരുടെ കൂടെ ഫുട്ബോൾ കളിക്കാനാണ്. പിന്നെ അവന് ഞാൻ എവിടെയോ അവിടെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ അവൻ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അങ്ങനെ ഏതായാലും ഇപ്പോൾ ഈ ഒരു ട്രിപ്പിന് പോകാനായിട്ട് ഞാനും അലനും ലിജോയും ഡാരലും കുക്കു സാറും ഉണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് തന്നെയാണ് റെഡിയാവാൻ തുടങ്ങിയത്. ഇന്ന് നോക്കിയപ്പോൾ സൺസെറ്റ് കിടക്കുന്നത് ഒരു 6:30 അടുപ്പിച്ചാണ്. ആ ഒരു ടൈമിൽ നമുക്ക് മലൈക്കോട്ടയിൽ എത്തണം. അതിന് മീതെ നിന്നാൽ ഏകദേശം ട്രിച്ചി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. സ്ഥിരമായിട്ട് നമ്മളുടെ കടപ്പുറത്തെ സൺസെറ്റ് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇന്നൊരു സൺറൈസും കൂടെ കാണിച്ചു കളയാം. വളരെ റെയറായിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് എണീക്കുന്നത്. നമ്മുടെ അവിടെയും സൺറൈസൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇങ്ങനെ അത്രയും ടോപ്പിൽ അത്രയും ഹൈറ്റിൽ നിന്നത് കാണുന്നത് ഒരു വെറൈറ്റി ആയിരിക്കില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പുറപ്പെടാം. ഞങ്ങൾ ബാക്കിയുള്ളവരെ ഉണർത്താതെ പതുക്കെ ബാഗൊക്കെ വലിച്ച് ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ തന്നെ നിന്നേച്ചാണ് റെഡിയായത്. കാരണം ആ ഒരു റൂമിലാണ്, അവിടെ ഒരു 2 ബെഡും നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, ഇന്നലെ നമ്മൾ പിള്ളേർക്ക് ഡ്രസ്സ് മാറ്റുന്ന വിഷ്വലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു 2 ബെഡും താഴെ ഫ്ലോർ മാറ്റും ഒക്കെ വിരിച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെയാണ് കിടന്നുറങ്ങുന്നത്. ഞാനും അല്ലനും പിള്ളേരുമാണ് ഇങ്ങ് ഹോളിൽ. കാരണം നിലു ഒരു 2-3 തവണ എണീക്കും. നമ്മുടെ മാത്രം ഉറക്കം പോയാൽ മതിയല്ലോ, എല്ലാവരുടെയും ഉറക്കം കളയണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ കിടക്കാമെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ ഇന്ന് ആരെയും അറിയിക്കാതെ ഞങ്ങൾ സൈലൻ്റായിട്ട് എണീറ്റ് മെല്ലെ കാറൊക്കെ എടുത്ത് പുറപ്പെടുന്നു. പോകുമ്പോൾ ഒരു വൈബിന് ആരും കണ്ണിങ്ങനെ മിഴിച്ചൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ, ആരും ഉണർന്നിട്ടില്ല. നല്ലൊരു വൈബ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ റഹ്മാൻ സാറിൻ്റെ മാർഗഴിപ്പൂവൊക്കെ ഇട്ട് ആ ഒരു മോർണിംഗ് ഫ്രഷ്നെസ് ഇങ്ങനെ ആവാഹിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് കില്ലർ ഓൺ ദ റോഡൊക്കെ ആയി മ്യൂസിക് ചോയ്സസ്. അങ്ങനെ എന്തായാലും ഉണർന്നു. പിന്നെ അങ്ങ് ഉറക്കം തൂങ്ങിയിരുന്നതൊന്നുമില്ല. നേരം ചെറുതായിട്ടൊക്കെ അങ്ങ് വെളുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്ടൊക്കെ അടുത്തെത്തി കേട്ടോ. നമ്മൾ ഈ മലൈക്കോട്ടൈ എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ മലൈക്കോട്ടൈ വാലിവെന്ന് കേട്ടിട്ടുണ്ട്. ആക്ച്വൽ മലൈക്കോട്ടൈ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല, ചെറുതായിട്ടുണ്ട്, പക്ഷേ അത് കൺജസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സ്പേസിൽ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നാണ് കാർ ഇട്ടിരുന്നത്. സൺറൈസ് ഏതാണ്ടായി, പക്ഷേ ക്ലൗഡ്സ് കാരണം എന്തായാലും ആൾ മേലോട്ട് വന്നിട്ടില്ല, വിസിബിൾ ആയിട്ടില്ല, സണ്ണ് വിസിബിൾ ആയിട്ടില്ല. അപ്പോൾ അതിന് മുൻപേ അവിടെ എത്താനായിട്ട് ഞങ്ങൾ സ്പീഡിൽ തന്നെ അങ്ങ് നടന്നു തുടങ്ങി. രാവിലത്തെ ചായ പോലും കുടിച്ചിട്ടില്ല, പല്ല് തേച്ച് അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെ നടന്ന് ഏതാണ്ട് എത്താറായപ്പോഴേക്ക്, ഇത് നമ്മുടെ ഇവിടുത്തെ സിംല പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ടെക്സ്റ്റൈൽസ്. അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു കുടുംബത്തിന് വേണ്ട എല്ലാം ഇവിടെ കിട്ടുമെന്ന്. ടെക്സ്റ്റൈൽസിനെ കുറിച്ച് എടുത്ത് പറയാൻ കാരണം തൊട്ട് പുറകിൽ കണ്ടതാണ് നമ്മുടെ ടെമ്പിൾ. ആ ലൈറ്റ്സ് കണ്ടില്ലേ, അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ലൈനിൽ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പടിക്കെട്ടുകളാണ്, അത് കയറി അങ്ങ് മേലെ എത്തണം. താഴെയും ഉണ്ട് കേട്ടോ, ഓരോ ശ്രീകോവിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്തുള്ള പ്രതിഷ്ഠ നമുക്ക് അങ്ങനെ പോയി നേരെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഈ സ്റ്റെപ്സ് കയറിയാണ് പോകേണ്ടത്. മലൈക്കോട്ടൈ അല്ലെങ്കിൽ റോക്ക് ഫോർട്ട് ടെമ്പിൾ ഇതൊരു ഒറ്റക്കല്ലിൽ തീർത്തേക്കുന്ന ടെമ്പിളാണ് കേട്ടോ. ഇതിന് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് ഉച്ചിപ്പിള്ളയാർ ടെമ്പിളാണ്, കോവിലാണ്. നമുക്ക് മേളിലോട്ട് ക്ലൈംബ് ചെയ്ത് പോകാനായിട്ട് 417 പടികളുണ്ട്. ഏകദേശം ഒരു 100-150 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അവസ്ഥ ഇതായി കേട്ടോ. വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു വിഷ്വലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ കേട്ടാൽ പട്ടി കിതയ്ക്കുന്ന പോലെ ഞാൻ കിതയ്ക്കുന്നുണ്ട്. എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടല്ല, റോക്കിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് ഡിസ്റ്റൻസ് അല്ല ഓരോ സ്റ്റെപ്സും തമ്മിൽ, ഇടയ്ക്ക് ഇച്ചിരി വലുതും ചെറുതും ഒക്കെ ഉണ്ട്. കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിൽ ഇരിക്കുന്നത് ലോർഡ് ഗണേശയാണ്. പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഓരോ ശ്രീകോവിലുണ്ടെന്ന്, അവിടെ ലോർഡ് ശിവ ഉണ്ട് ഒരു ഹാഫ് വേ ഒക്കെ എത്തുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിനകത്തൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പോരാത്തതിന് ആ ഒരു എൻട്രൻസിൽ ഇതിന് ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ഓരോ കോവിലും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾ പ്രവേശിക്കരുത് എന്നുള്ളത്, നോൺ ഹിന്ദുസ് കയറരുത് എന്ന്. ലോർഡ് ശിവയെ ഇവിടെ തായുമാനവർ എന്നാണ് പറയുന്നത്. അതെ, അത് തന്നെ മീനിങ്, അമ്മയും കൂടിയായ ദൈവം. അതിനൊരു കഥയുണ്ട്. രത്നാവതി എന്ന് പറഞ്ഞ ഒരു പ്രഗ്നൻറ്റ് വുമൺ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലിരുന്നപ്പോഴത്തേക്ക് കാവേരി റിവറോ മറ്റോ ഫ്ലഡ് ഉണ്ടായി. അപ്പോൾ ശിവ സ്ത്രീരൂപം സ്വീകരിച്ച്
ആ കുട്ടീൻ്റെ അമ്മയെപ്പോലെ അമ്മ എന്തൊക്കെ ഫുഡ് ചെയ്ത് കൊടുക്കുമോ, എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കുമോ അതൊക്കെ കൊടുത്ത് നോക്കി എന്നുള്ളത്. അങ്ങനെയാണ് ഈ തായുമാനവർ എന്നുള്ള പേര് വന്നത്. പാർവതി ദേവിയെ മാറ്റുവാർ കുഴലമ്മ എന്നുമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്, അല്ല ഈ ടെമ്പിളിനുള്ളിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് തന്നെ 83 മീറ്ററുള്ള ഒരു ഹൈ റോക്കിൽ ഒരു ഭയങ്കര എന്താ പറയുന്നത് അസാമാന്യമായ പാരനോമിക് വ്യൂയോടുകൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിളാണിത്. ബൈ ദ വൈ നമ്മൾ തേടിക്കൊണ്ടിരുന്ന സൺറൈസ് ഏതാണ്ട് ഒരു പരുവത്തിനിങ്ങെത്തി, പക്ഷേ കക്ഷി പകുതിയേ ഉള്ളൂ. തുടങ്ങി വന്നപ്പോഴേ ക്ലൗഡായിരുന്നു, ഇപ്പോഴും ഒരു ചെറിയ പോർഷനെ കാണാൻ പറ്റുന്നുള്ളൂ. ലെറ്റ്സ് സൂം ഇൻ. ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ കാണാനായിട്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉച്ചിപ്പിള്ളയാർ കോവിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് കയറിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലോർഡ് ഗണേശനെ വെച്ചിരിക്കുന്ന ആ ഒരു ടെമ്പിളിലേക്ക് എത്തും. ഇവിടെ ഈ ഒരു മരത്തിൽ കുറേ താലിയും കുറേ തൊട്ടിലും ഒക്കെ കണ്ടു. ഇത് നമുക്ക് ഗസ് ചെയ്യാമല്ലോ അല്ലേ? താലി കെട്ടിയേക്കുന്നത് ചിലപ്പോൾ കല്യാണം വേഗം നടക്കണം എന്നുള്ളതിൻ്റെ നേർച്ചയായിട്ടായിരിക്കും. തൊട്ടിൽ ഒബ്വിയസ്ലി കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെയായിട്ട് കാണുന്ന ഒരു ടവർ പോലൊരു ചെറിയ സംഭവം നിങ്ങൾ കാണുന്നില്ലേ? ഒരു 3 എൻട്രൻസ് പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. അവിടോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ശ്രീരംഗപുര വിഹാര. അപ്പോൾ അത് തന്നെയാണ് സ്ഥലം, ശ്രീരംഗനാഥ സ്വാമി ടെമ്പിൾ. നേരത്തെ ഞാൻ ഈ മലൈക്കോട്ടെ വാലിവൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ അതിൽ മാത്രമേ ശ്രീരംഗനാഥ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഞങ്ങൾ പോണ വഴിക്ക് ഒരു അണ്ണാനിരുന്ന് കോൺ കഴിക്കുന്നത് കണ്ടു. അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇത് ഞാൻ ചരിച്ചു വെച്ചെടുക്കുന്നത് ഇതിൻ്റെ ആക്ച്വൽ സ്റ്റീപ്പ് നിങ്ങളെ കാണിക്കാനാണ്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറേണ്ടത്. ഇത്രയും ചരിവുണ്ട്. ബൈ ദ വൈ സൺ ഇസ് ഔട്ട് ഓഫ് ക്ലൗഡ്സ്. നമുക്ക് ഇന്നത്തെ സൺറൈസ് കാണാം. ലോർഡ് ഗണേശയെ കാണാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ല, നമുക്ക് എല്ലാവർക്കും കാണാം. പക്ഷേ സ്ട്രിക്ട്ലി വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. അവിടെ വരെ നമുക്കതെല്ലാം എടുക്കാം, കോവിലിനകം എടുക്കാൻ പറ്റില്ല. ഒരു വലം വെക്കുന്നത് പോലെ നമുക്ക് ആ ശ്രീകോവിലിന് ചുറ്റും ഒന്ന് നടന്നിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരാം. തിരിച്ച് ഞങ്ങളുടെ റിട്ടേൺ ആണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്മ ഞാനും ഇവിടെ ഇരിക്കുന്നത് പോലെ ഒരു സ്റ്റാച്ചു ആണെന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ ബോക്സിൻ്റെ അകത്ത് കയറി കുക്കുസാറും കയറി ഇരിപ്പായി കേട്ടോ. നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് അങ്ങനെ ഇടാൻ പാടില്ല. അപ്പോൾ ചെരുപ്പില്ലാണ്ടാണ് അവൻ എൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. വിളക്കോ എന്തെങ്കിലും വെക്കാനുള്ള സ്പേസ് ആയിരിക്കണം. അവിടെ എന്തായാലും എം ടി ആണ്. അതുപോലെ കുറേ സ്ഥലം എം ടി ആണ്, ഇങ്ങനെ കട്ട് ബോക്സസ് വെച്ചിട്ട്. അപ്പോൾ ഡാരിൽ ARMൽ സ്റ്റാച്ചു അടിച്ചുകൊണ്ട് പോകുന്ന ടൊവീനോ ആണെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് പൊക്കി കൊണ്ടുപോയി. ഇതിൻ്റെ അകത്ത് ഇടയ്ക്കുള്ള ഈ പില്ലേഴ്സിലൊക്കെ വളരെ എന്താ പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശോഭന മണിച്ചിത്രത്താഴിൽ ആ ഓരോന്ന് കാണുമ്പോൾ ശോഭനയുടെ മുഖത്ത് വരുന്ന എക്സൈറ്റ്മെൻറ്റ് പോലെയാണ് എനിക്ക് ഇത് ഓരോന്ന് കാണുമ്പോഴേക്കും തോന്നിയത്. ഇതിനുള്ളിലൊക്കെ ആരൊക്കെയോ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഗ്രില്ലിട്ടിരിക്കുന്നതുകൊണ്ട് ആരാന്നോ എന്താണെന്നോ ഒന്നും കാണാൻ വയ്യ. വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, അത് അകത്തുനിന്ന് വെക്കുന്നതായിരിക്കണം, അല്ലാതെ പുറത്തുനിന്ന് അതിനൊരു വഴിയില്ല. ഈ ഒരു സ്പേസും ഗ്രില്ല് ചെയ്ത് ഗേറ്റ് കൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്, നമ്മുടെ കൈയും ഫോണും ഒക്കെ അതിനുള്ളിലൂടെ പോകും. അങ്ങനെ എടുത്തതാണ്. ആ ഒരു ഫിലിമിൽ മൺചിത്രത്താഴിൽ ശോഭന ഡാൻസ് കളിക്കുന്ന ഒരു സ്പേസ് പോലെ തോന്നി എനിക്കത് കണ്ടപ്പോഴത്തേക്ക്. അതിനിപ്പുറത്തായിട്ട് ഒരാൾ താഴെ ഇരുന്ന് നമ്മളെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു പൂച്ച. ഇവിടെയും ആരോ അവിടെ ഇരിപ്പുണ്ട്. ശിവലിംഗം ഒക്കെ പോലെ എനിക്ക് ഇവിടെ നിന്നിട്ട് തോന്നി. അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. ഇനി ഗണേശയാണോ എന്നൊന്നും എനിക്കൊരു ധാരണയില്ല കേട്ടോ. അതില്ലാണ്ട് പറയുന്നത് ശരിയല്ലല്ലോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഫാമിലി ലിജോനെ ഫോട്ടോ എടുക്കാൻ ഏൽപ്പിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ അതിങ്ങനെ വിഷ്വലി ചുമ്മാ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇതിന് തൊട്ടകത്തായിട്ടാണ് ദേ ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ് നമ്മളിപ്പോൾ നിന്നത്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു സൈഡ് വ്യൂ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മളിത് തിരിച്ചിറങ്ങുവാണ്. ചെരുപ്പ് ഇവിടെ ഒരു ചേട്ടനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ആ ചേട്ടൻ കവറിലിട്ട് കടയുടെ സൈഡിൽ സൂക്ഷിച്ചിരുന്നു. അവിടുന്ന് മേടിച്ചു. കാശൊന്നും വേണ്ട, അങ്ങനെ മേടിച്ചിട്ടല്ല വെക്കുന്നത്. ബട്ട് ദേ വിൽ ബി എക്സ്പെക്റ്റിംഗ് സംതിങ്. അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഷൂസൊക്കെ ഇട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എനിക്ക് നല്ലപോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നടന്ന് അങ്ങ് എത്താറായപ്പോഴാണ് അവൻ പറയുന്നത് ഇതാണ് സംഭവം, അകത്തോട്ട് തിരിഞ്ഞോളാൻ. തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല.
ഇവിടങ്ങളിൽ ഇങ്ങനെ കോലം ഇടാനായിട്ട് ആൾക്കാരുണ്ടാവും കേട്ടോ. അവർ രാവിലെ വന്ന എല്ലാ കടകൾക്ക് മുന്നിലും വേണമെങ്കിൽ വീടിന് മുന്നിലും ഒക്കെ ഇങ്ങനെ കോലം ഇടും. മന്ത്ലി അവർക്ക് അങ്ങനെ പേ ചെയ്താൽ മതി അവരതാ ചെയ്യുന്നതിന്. ഇതവൻ പറഞ്ഞത് കേട്ടിട്ടുള്ള എൻ്റെ അറിവാണ്. ആ അമ്മ നല്ല ഭംഗിയായിട്ട് ഇടുന്നുണ്ടായിരുന്നു. അതും ഞാനത് സ്ലോ മോഷനിൽ എടുത്തതാണ്. നല്ല വേഗത്തിലാണ് ആ അമ്മ അത് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇതിന് ഞാൻ അവിടെ നേരത്തെ കാണിച്ചില്ലേ, ഒരു 3 പില്ലേഴ്സ് ഉണ്ട്, അല്ല എൻട്രൻസ് ഉണ്ട്. അതിലേറ്റവും ഹൈറ്റുള്ള ഒരെണ്ണമാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതാണ് ഏറ്റവും ഭംഗിയുള്ളത്. ബാക്കി രണ്ടും ഭംഗിയുണ്ട്, എന്നാലും മറ്റേതിനൊരു വൗ ഫാക്ടർ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ അതിലേതോ ഒരു എൻട്രൻസിൻ്റെ മുമ്പിൽ കിടന്ന് കറങ്ങിയാണ്. കാരണം 2 കാര്യങ്ങളാണ് മുന്നിലുള്ളത്. ഒന്ന്, ഇത്രയും സ്റ്റെപ്സ് കയറി നല്ല രീതിയിൽ ടയേർഡായി. ചായ കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇത് മറ്റേതോ എൻട്രൻസ് ആണ്, ആദ്യം കണ്ടതല്ല കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അങ്ങനെ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ടോ എന്നാണ് ഈ നോക്കുന്നത്. അതങ്ങനെ അവസാനം ഞങ്ങൾ തപ്പിപ്പിടിച്ചു. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിനുള്ളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇവിടെ എങ്ങും നോൺ വെജ് കിട്ടത്തില്ല. എനിക്ക് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ഇത് ബ്രാഹ്മിൻസിൻ്റെ ഒരു ഏരിയ ആണ് കംപ്ലീറ്റ്ലി. അപ്പോൾ നമുക്കിവിടെ നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കാൻ കിട്ടത്തില്ല, ഹോട്ടൽസിലായാലും റെസ്റ്റോറൻറ്റ്സിലായാലും. അങ്ങനെ ഹൈഫൈ അങ്ങനെ ആയിട്ടുള്ളൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഇവിടെ അടുത്തെങ്ങും ഇല്ല താനും. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട ചെറിയൊരു ചായക്കടേൻ്റെ അടുത്തിരുന്നിട്ട്, നമ്മുടെ ഭാഷയിൽ ചായക്കട, ചെറിയൊരു ടീ സ്റ്റാളിൻ്റെ അടുത്തിരുന്നിട്ട് നമ്മൾ ഒരു കാരദോശ, ഒരു ഒണിയൻ ദോശ, ഒരു പൂരി സെറ്റ്, ഒരു ഇഡ്ഡലി സെറ്റ്, ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ആർക്ക് ഇന്നതൊന്നുമില്ല, എല്ലാവരും എല്ലാത്തൊന്നും കൈയിട്ട് വാരി അങ്ങ് കഴിച്ചു. എന്നിട്ട് നമ്മളത് ഈ ഒരു എൻട്രൻസ് വഴി അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിയറ്റ്നാം കോളനി ഫിലിം കാണിക്കുന്നതിൽ മോഹൻലാലിൻ്റെ വീടും ആ ചുറ്റുപാടും ഒക്കെയാണ് ഓർമ്മ വന്നത്. എന്തോ ഒരു ഇങ്ങനെ ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അതിൻ്റെ അകത്ത് ചന്ദനത്തിൻ്റെയും കല്ലിൻ്റെയും കുങ്കുമത്തിൻ്റെയും പിന്നെ കുപ്പിവള വിൽക്കുന്ന ചെറിയ ചെറിയ സ്റ്റോൾസ്, അതൊരു വളരെ എന്തോ പറയുന്നത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് തിങ്ങാടാ. നമ്മൾ കാണുന്നൊരു ലോകമല്ല അതിൻ്റെ അകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ ഒരു ബ്രാഹ്മിൻ സ്റ്റൈലിൽ സാരി ഉടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ അമ്മമാർ, അമ്മൂമ്മമാർ, ചെറുമക്കളുടെ തലയിൽ പൂ വെച്ച് കൊടുക്കുന്നവർ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രിച്ചിയിൽ ശ്രീരംഗമാണ്. ഇവിടെ രംഗനാഥ സ്വാമി ടെമ്പിൾ, അതാണ് ടെമ്പിളിൻ്റെ നെയിം. ഇതിനുള്ളിലുള്ള ആൾക്കാർ രംഗനാഥയും രംഗനായകിയുമാണ്. രംഗനാഥ ഇസ് എ ഫോം ഓഫ് വിഷ്ണു, രംഗനായകി ലക്ഷ്മിയുടെ ഒരു അവതാരം, ഒരു ഫോം ഓഫ് ലക്ഷ്മി. ഈ ഒരു വൈബിനെ ഏറ്റുപിടിക്കാനായിട്ട് ഇവിടെ പലയിടത്തും മയിലുകൾ ഇരിപ്പുണ്ട്. മീനിലിരിക്കണ ഒരാൾ. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ലോർഡ് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ മുൻപന്തിയിലാണ് ശ്രീരംഗനാഥ സ്വാമി ടെമ്പിൾ. അത്രയും ഹൈറ്റിൽ ഒരു 3 ഗോപുരങ്ങളാണ് കാണുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്, പാത്വേ പോലെ. പക്ഷേ ഇത് 21 ഗോപുരങ്ങളുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഈ ഒരു മിറർ ബോക്സിൻ്റെ അകത്തിരിക്കുന്നത് ഒരു തേരാണ്. അത് ഈ വീഥികളിലൂടെ ചലിക്കുന്നതൊക്കെ ഒന്ന് കാണാൻ പറ്റിയെങ്കിലെന്നൊരു അതിമോഹം മനസ്സിലുണ്ടായിരുന്നു. ഇതിനകത്ത് എവിടെയോ ഒരു കെടാവിളക്കുണ്ട്. ഏതിരുട്ടിലും വെളിച്ചം കാണും എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് കെടാതെ വർഷങ്ങളായിട്ട് സൂക്ഷിക്കുന്നൊരു വിളക്ക്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ രാമായണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അത് ഇതിൻ്റെ അകത്തുള്ള പ്രീസ്റ്റസ് അവരിങ്ങനെ ടേൺസ് എടുത്ത് അത് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. എന്ത് വന്നാലും ഇതിനും രണ്ടിനും ഒരു മാറ്റവും ഇവിടെ സംഭവിക്കത്തില്ല. ലക്ലി വർഷത്തിൽ ഒരു തവണ മാത്രം ഇവിടുത്തെ ഒരു ചെറിയ പ്രതിഷ്ഠ പോലെ എന്തോ എഴുന്നള്ളിക്കുന്നൊരു സംഭവമുണ്ട് ഈ വീഥികളിലൊക്കെ കൂടെ. അതിന്നായിരുന്നു, ഞങ്ങൾക്കതിന്ന് കാണാൻ പറ്റി. ഞാനതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് April 6 സൺഡേ ആണ് നമ്മളിവിടെ ചെന്ന് എത്തുന്നത്. അന്നത്തെ സ്പെഷ്യാലിറ്റീസ് നോക്കിയപ്പോഴത്തേക്ക് പല്ലക്ക്, ചിത്തിരൈ, വീതിവളം, രംഗവിലാസ മണ്ഡപം ചേർത്തൽ, ഗരുഡ സേവ അല്ലെങ്കിൽ ഗരുഡ വാഹനം, അതിത്രയുമാണ് ഇന്നിവിടെ നടക്കുന്നത്.
എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കണ്ടതെന്ന് മനസ്സിലായത് അവിടെ നിന്നൊരു ലേഡി വന്നത് ഇങ്ങനെ ടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദേ വർ ട്രൈയിങ് ടു അങ്ങനെ തുടരുത് എന്നെന്തോ മറ്റോ പറയുന്നൊരു സംഭവമാണ് നടന്നത്. ഇതിനാണെന്ന് തോന്നുന്നു ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പോലീസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആ ഒരു ചെറിയ ഇങ്ങനെ കോലാഹലം പോലെ കണ്ടപ്പോഴത്തേക്ക് തന്നെ ഒരു വനിതാ പോലീസ് അങ്ങോട്ടേക്ക് ഓടുന്നുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ല. അപ്പോൾ ഈ സംഭവങ്ങൾ ഇങ്ങനെ ഇവിടെ മൊത്തം ഇന്ന് ഈ ഒരു സ്ട്രീറ്റ്സ് മൊത്തം അവർ കൊണ്ട് നടക്കും അത്രേ. നമ്മൾ വീണ്ടും ഈ ഒരു തേരിൻ്റെ കുറച്ച് ക്ലോസപ്പ് എടുക്കാമെന്നും കരുതിയിട്ടാണ് വന്നത്. ഈ സാധനം ഇതിൻ്റെ അകത്തു നിന്നൊന്ന് മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ ഇതിലെ കൊണ്ടുപോകുമെന്നൊക്കെയാണ് നമ്മൾ പറയുമ്പോൾ. അവർ തമിഴിലാണ് സംസാരിക്കുന്നതെങ്കിലും വാട്ട് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഇന്ന് രാത്രി തന്നെ 7:30 എന്തോ മറ്റെന്തോ വലിയൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, അത് കാണണമെങ്കിൽ വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രാത്രി 7:30 നമുക്ക് വരാൻ പറ്റത്തില്ല. ഈ ഒരു സൺഡേ നൈറ്റ് 10 o'clock നമ്മുടെ റിട്ടേൺ ട്രെയിൻ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്ക് ഒരു 8:56 ആയിട്ടുണ്ടായിരുന്നു. അത്രയും മോർണിംഗിൽ നമ്മുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ബട്ടർഫ്ലൈ പാർക്കാണ് കണ്ടത്. തൊട്ടടുത്തായിട്ട് നമുക്ക് പോകാനായിട്ട്. അവിടെ ബട്ടർഫ്ലൈസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ദ ഗാർഡൻ വാസ് റിയലി ഓസം. പല കളറിലെ ചെടികളൊക്കെ വെച്ചിട്ട് വേറൊരു സ്പേസിൻ്റെ അകത്തോട്ട് കയറിയ പോലെ ഉണ്ടായിരുന്നു. ഇത്ര നാൾ കണ്ട ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നാടിൻ്റെ ഭംഗിയല്ല ഈ ഇത്രയും സ്ഥലത്ത് ഞാൻ കണ്ടത്. അത്രയ്ക്ക് നല്ല രസമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ബട്ടർഫ്ലൈനെ ബ്രീഡ് ചെയ്യിക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് ഡോംസ് പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് പോയി കിടക്കുവാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നൊരു പുള്ളി തന്നെ പറഞ്ഞു പ്രോപ്പറായിട്ട് നോക്കാത്തതുകൊണ്ട് ഇപ്പോൾ അതിനകത്തൊന്നുമില്ല, ബട്ടർഫ്ലൈസ് ഒന്നുമില്ല എന്നൊക്കെ. അങ്ങനെ ഞങ്ങളത് ഇത് മുഴുവനൊന്ന് ചുറ്റിക്കാണാനായിട്ട് നടക്കുവാണ്. ഈ പോണ്ടൊക്കെ ആർട്ടിഫിഷ്യലാണ്. അതിൻ്റെ അകത്ത് മീനല്ലായിരുന്നു, കുറേ കൂത്താടികളും തവള കുഞ്ഞുങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ക്ലോസ് ഞാൻ എടുത്തില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ പാർക്കിൻ്റെയൊക്കെ വൈബാണ്. അതായത് കൊല്ലത്ത് നമുക്കൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വൈബാണ് ഇതിനെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കി. പിന്നെ വരുന്നവരൊക്കെ ഇണക്കിളികളായിരുന്നു. അവർ വന്നിരിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ നല്ല സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അങ്ങനെയുള്ള 2 കപ്പിൾസിനൊക്കെ വന്നിരുന്ന് അടിയൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. ഞങ്ങളിവിടെ വെച്ച് അടി കൂടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോയിരുന്നത് സോൾവ് ചെയ്തേനെ. ഇത് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്പേസസ് ഒക്കെയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നില്ല. ഒരു ഫാമിലി ഫോട്ടോ മറ്റോ ഞാൻ ഇതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ ഞാൻ തംബ്നെയിലിൽ ആഡ് ചെയ്തേക്കാം. ഇവിടെ എന്തോ ഒരു ചെറിയ തിയേറ്ററാണ് നിങ്ങളിപ്പോൾ ആ കണ്ടത്, ആ ബാമ്പു വെച്ചിട്ട്. പക്ഷേ അതിപ്പോൾ ഇല്ല. അതിൻ്റെ ഷോസ് 11:30 കിടക്കുന്നത്. ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള റിട്ടേൺ സ്റ്റാർട്ട് ചെയ്യും. പതുക്കെ അങ്ങ് തിരിച്ചു പോകാമെന്നാണ് കരുതുന്നത്. അടുത്ത ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ്. ഫോണാണെങ്കിൽ ആ മറ്റേ സ്റ്റാൻഡിൽ കുറച്ച് അടുത്തായിട്ടാണ് ആളുടെ. പക്ഷെ അനക്കൊന്നുമില്ല. കുറച്ച് അങ്ങോട്ട് ചെന്നിട്ടും പിന്നെ പതുക്കെ ചാടി അങ്ങോട്ട് പോയി. ഞാൻ ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കേട്ടോ എൻഡിങ്ങും കൂടെ ചേർത്തിട്ട് ഈ വീഡിയോ അങ്ങ് ഫുള്ള് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ഇതൊരു 22 minutes ഓൾറെഡി വരുന്നുണ്ട് ഇപ്പോൾ ഈ കിടക്കുന്ന വീഡിയോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്താലും എൻ്റെ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്നൊക്കെ പറയുന്നത് 8 minute 9 minute ഒക്കെ വരുന്നുള്ളൂ. അതായത് വീഡിയോ കാണുന്ന പല ആൾക്കാരും 8 minute 9 minute കാണുന്നുള്ളൂ എന്നാണ് സാരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിത് അത്രയും ലെങ്തി ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെല്ലാവരും അത് മെനക്കെട്ട് മുഴുവൻ ഇരുന്ന് കാണത്തില്ല. എല്ലാവരെയും അല്ല കേട്ടോ, ചിലർക്കെങ്കിലും പിന്നെ അത് ബോറടിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനാണെങ്കിൽ ഈ ഒരു ദിവസം ഒരു 11 മണി വരെയൊക്കെ തന്നെ ആയിട്ടും നമുക്ക് 22 minutes ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ
ഇതിൽ തന്നെ ഞാൻ റിട്ടേണും കൂടെ, അതായത് തിരിച്ച് വീട്ടിലെത്തുന്ന വരെയുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചത്. ആ ടോട്ടൽ സൺഡേ വ്ലോഗ് അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. എൻ്റെ ഐഡിയ അതായിരുന്നു, ഞായറാഴ്ചത്തെ ഈ കറക്കവും തിരിച്ച് വീട്ടിലെത്തി എത്തുന്നത് വരെ അങ്ങ് കാണിക്കാമെന്ന്. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ വേറൊരു കറക്കവും ഒക്കെ വന്നു. അപ്പോൾ ഇനി അതെല്ലാം കൂടെ ചേർത്താൽ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും ഇതൊരു 10-40 മിനിറ്റിന് മേളിൽ പോകും. അപ്പോൾ 40 മിനിറ്റിൻ്റെയൊക്കെ മേളിൽ പോകുന്നത് കുറച്ച് നിങ്ങളുടെ അത്രയും ടൈം ഞാൻ മെനക്കെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തോടു കൂടി തീരേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. അത് നമുക്കിനി ഒരു പാർട്ടും കൂടെ ആയിട്ട് വരും കേട്ടോ. അടുത്തൊരു ലോങ് വീഡിയോയും കൂടെ ഉണ്ടാവും. ഈ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ലോങ് വീഡിയോയും എടുക്കുന്നുണ്ടായിരുന്നു, പ്ലസ് ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. ലോങ് വീഡിയോ ഒരെണ്ണം എടുത്ത് തുടങ്ങേണ്ട ഒരു ദിവസമായിരുന്നു. അത് ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അത് ആ ലോങ് വീഡിയോ വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ എനിക്കാണെങ്കിൽ നടക്കുന്നുമില്ല. നിങ്ങൾക്ക് ആ ലോങ് വീഡിയോ വരുമ്പോൾ മനസ്സിലാവും അതിൻ്റെ അകത്തുണ്ട് ഞാൻ അത്രത്തോളം മൈഗ്രെയിൻ കൊണ്ട് അവസാനം പെട്ടുപോയി. അങ്ങനത്തെ ഒരു ദിവസമായതുകൊണ്ടാണ് ഒരു ദിവസം ഗ്യാപ്പ് വന്നത് കേട്ടോ. എനിക്ക് ഒരു സീരിയസ് ആയിട്ട് ഇതങ്ങ് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. പിന്നെ അതിനെപ്പറ്റി പോസ്റ്റ് ചെയ്യാറുണ്ട് എന്താണെന്നും കൂടെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ അതിന് പോലുമുള്ള കെൽപ്പ് എനിക്ക് ഇന്നലെ ഇല്ലായിരുന്നു. ഇന്ന് വീഡിയോ വരില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ പോലും ആയിട്ട് ഫോണൊന്നും എനിക്ക് കൈകൊണ്ട് നോക്കാനേ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ പാർക്കിലെ വിസിറ്റ് അങ്ങ് അവസാനിച്ചു. ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നൊന്ന് കണ്ടു. അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ലഞ്ചിന് മുമ്പായിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് എത്തണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു ദിവസമാണ് വന്നിട്ടിപ്പം മൊത്തത്തിൽ കറക്കമൊക്കെ ആയിരുന്നില്ലേ, എല്ലാവർക്കും ഇരുന്നൊന്ന് സംസാരിക്കാമെന്നൊക്കെ കരുതിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങോട്ട് ടൂറിസ്റ്റ് പോകരുതെന്ന് അവിടെ എഴുതി വെച്ചിരുന്നു ആ സ്പിൽവേയുടെ അടുത്ത്. അപ്പോൾ പോകരുതെന്ന് എന്താ പറഞ്ഞതെന്ന് അറിയാമെന്ന് കരുതി പോയി നോക്കിയതാ. അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇത്തിരി അപ്പുറത്തോട്ട് കുറച്ച് സ്പേസിൽ ഈ വെള്ളം അടിക്കുന്നതിൻ്റെയും വള്ളം കളിയുടെയും സിഗരറ്റ് കുറ്റിയൊക്കെ കിടക്കുന്നു. അത് കുറച്ച് അങ്ങനത്തെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു, അധികം ജനവാസമല്ലാത്തതുകൊണ്ട്. പ്ലസ് സ്പിൽവേ ഒക്കെ അല്ലേ, ആരെങ്കിലും തെന്നി താഴോട്ടൊക്കെ വീഴാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കും അവിടെ അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ചോക്ക് കൊണ്ടും ബോർഡും എല്ലാം അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൂറിസ്റ്റുകളൊന്നും അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അങ്ങനെ തിരിച്ച് വീടെത്തി. ഇവിടെ നിലു ബഹളം ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആൾ എണീറ്റേ ഉള്ളൂ. ഞങ്ങൾ അകത്ത് കയറിയിട്ട് കാറ് ലിജോ ഓടിച്ചകത്ത് കയറ്റുന്നത് മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടുപോകാതെ പോയില്ലെന്നൊരു ചോദ്യം പോലും വരാനുള്ള ഗ്യാപ്പ് അവന് കിട്ടിയില്ല. അവൻ ഉറക്കമാണെന്ന് മമ്മി അവന് ഇഡലി എന്താണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പോൾ അവനങ്ങനെ മനസ്സിലായിട്ടില്ല ഞങ്ങൾ പുറത്ത് പോയി എന്നുള്ളത്. മമ്മിയുടെ വക നല്ല അടിപൊളി പോർക്ക് കറി ഉണ്ടായിരുന്നു. ഇവിടുത്തെ മരത്തിൽ പിടിച്ച കറിനാരങ്ങ ആൻറ്റി അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം 2 ഇഡലി അച്ചാറും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് പിന്നെ പോർക്കും കൂട്ടി ചോറ് കഴിച്ചു. ചേച്ചി നോമ്പായതുകൊണ്ട് ചേച്ചീനെ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് പിരികേറ്റി വിടുവാണ് കേട്ടോ. അടിപൊളി പോർക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ കഴുത്തിന് പിടിക്കുന്ന സീൻ എത്തിയപ്പോൾ കറക്റ്റായിട്ട് ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് ഫോണിൻ്റെ ഫോക്കസൊക്കെ മാറി, അത് കിട്ടിയില്ല. ഞാനങ്ങനെ ആസ്വദിച്ച് ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്റ്റൂളുണ്ട് കേട്ടോ, ഞാൻ ഗ്യാസ് കുറ്റീൻ്റെ മേളിലല്ല ഇരിക്കുന്നത്. നമുക്കിനി നാളത്തെ റിട്ടേൺ വ്ലോഗിൽ കാണാം. ഐ എം സോ സോറി എനിക്ക് വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. Hope you will understand. Thank you so much for watching this video.